സർ, ഈ PV അൻവർ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പാണ് നമ്മൾ പറയുന്നത്. PV അൻവർ ഇപ്പോൾ അദ്ദേഹത്തിന് UDF-ലേക്ക് എടുത്തു എന്നൊരു വാക്ക് അവർ പറയുന്നില്ല. അദ്ദേഹത്തിനെ UDF-ൽ അംഗമായി തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ കൂടെ നിർത്താൻ തീരുമാനിച്ചു എന്നൊരു വാക്ക് അദ്ദേഹത്തിന് കിട്ടിയില്ല അവരുടെ പക്കൽ നിന്ന്. അതുകൊണ്ട് ഇനി ഞാൻ UDF-ലേക്ക് ഇല്ല എന്ന് PV അൻവർ പറഞ്ഞു കഴിഞ്ഞു. PV അൻവർ പറഞ്ഞു അദ്ദേഹം ഇനി എന്താണ് അതിൻ്റെ തീരുമാനമെന്ന് ഈ മണിക്കൂറുകളിൽ എന്താണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് നോക്കിയാലേ അറിയാം. എന്തായാലും അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഞാനില്ല, UDF-ലേക്ക് ഞാനില്ല. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിലമ്പൂർ CPM സ്ഥാനാർത്ഥിയായി M സ്വരാജായി, അവർക്ക് ആര്യാടൻ ഷൗക്കത്തുമായി. സർ, അൻവർ കൂടെ മാറി നിൽക്കുമ്പോൾ എന്തായിരിക്കും ഇനി നിലമ്പൂർ തെളിയുന്ന ഒരു ചിത്രം? സത്യത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ച് കളം നിറഞ്ഞെന്ന് തോന്നലുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. പക്ഷേ വളരെ പെട്ടെന്നാണ് ആ സ്ഥിതി മാറുന്നത്. ഇവിടെ എന്താ തിരഞ്ഞെടുപ്പ് സത്യത്തിൽ എങ്ങനെയാണ് ഉണ്ടായത്? ഒരു ഭരണത്തിനെതിരെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ ഒരു ബ്ലോ തന്നെയായിരുന്നു അൻവറിൻ്റെ ഈ ആരോപണങ്ങളും അതിനെ സംബന്ധിച്ച് അദ്ദേഹം നിയമസഭാംഗത്വം രാജിവെക്കുന്നത് വരെ എത്തിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിനിശ്ചിതമായ ആരോപണങ്ങൾ കൂടെ നിൽക്കുന്ന താൻ ഉൾപ്പെട്ടിരുന്ന മുന്നണിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ടും, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഒരാൾ പുറത്തു പോകുമ്പോൾ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അത്ര വിധത്തിൽ എന്ന് പറയാം. ശരിയാണ്, ഗൗരിയമ്മയും MV രാഘവനും ഒക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരാണ്. അവർ CPM-കാരായിരുന്നു. എന്നിട്ട് പോലും അവർ CPM-കാരായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു വന്നത്, അതിലൊക്കെ നിശിതമായ ആക്രമണങ്ങൾ നേരിട്ടും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഈ RSS-യുമായുള്ള ബന്ധം അടക്കമുള്ള ഒത്തിരി കാര്യങ്ങളാണ്. ഇങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ PV അൻവർ പുറത്തു പോയത്. സ്വർണ്ണക്കള്ളക്കടത്ത് എല്ലാം അതിനിശ്ചിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അങ്ങനെ പുറത്തുപോയ അൻവർ ഒരു ചലഞ്ചിങ് എന്താ പറയുന്നത്, വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയും ഒരു വലിയ സംഭവമാണെന്ന് തോന്നിപ്പിക്കുകയും ഇല്ല പുലിയാണെന്നൊക്കെ തോന്നിപ്പിച്ച് ഇങ്ങനെ വരികയായിരുന്ന, അതിൽ നിന്നും എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തെ നിഷ്ക്രിയനാക്കാൻ, അത് CPM-ൻ്റെ ബോധപൂർവമായ ശ്രമം കൊണ്ടല്ലെങ്കിൽ പോലും നിഷ്ക്രിയനായി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുലി പോലെ വന്ന ആൾ ഒരു എലി പോലും അല്ല എന്നുള്ളൊരു തോന്നലാണ് ഏറ്റവും ഒടുവിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം UDF-ലേക്ക് ചെല്ലും അൻവർ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു തോന്നുന്നു. ഇതെല്ലാം ഷൂ എന്ന പോലെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥികളില്ല എന്ന് LDF-നെ പരിഹസിക്കുകയായിരുന്നു UDF. സ്ഥാനാർത്ഥികളില്ല, ശരിയാണ്. അവർ കോൺഗ്രസ്സിലായിരുന്ന അൻവറിനെ അത് അങ്ങനെ കുറേ പേരെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. എത്തിച്ചതൊക്കെ സ്ഥാനമാനങ്ങൾ, അത് AV തോമസ് തൊട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു. ഓരോ സ്ഥാനങ്ങൾ കിട്ടിയവരും നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നു. അതെ, അതുപോലെ ആണ് PV അൻവർ 2 തവണ MLA ആയതും ആയി. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളെ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ കാണും. പാർട്ടി ചിഹ്നത്തിൽ ഇപ്പോൾ 19 വർഷങ്ങൾക്ക് ശേഷമാണ് മത്സരിക്കുന്നത്. അതിനും 19 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പാർട്ടി സ്ഥാനാർത്ഥി മത്സരിച്ച് തോറ്റത്. നിലമ്പൂരിൽ തോറ്റത് KV ദേവദാസ് മത്സരിച്ചിരുന്നു, അദ്ദേഹം മത്സരിച്ചത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ശ്രീരാമകൃഷ്ണനാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത്. ഇവർ രണ്ടുപേരും പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നെ 56 വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലിയാണ് MLA ആയിരുന്ന കുഞ്ഞാലിയുടെ തട്ടകമാണത്. അതൊക്കെ നമുക്കറിയാം. ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ചരിത്രം ഉള്ളിടത്ത് ഒരു പാർട്ടി സ്ഥാനാർത്ഥിക്ക് ഇല്ലാതെ തപ്പി നടക്കുന്നുവെന്ന് പരിഹരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ ചോദിച്ചിരുന്നു, ഇത് ധൈര്യം ഉണ്ടെങ്കിൽ സ്വരാജിനെ നിർത്തുന്നൊക്കെ അദ്ദേഹം എന്ന് ഇങ്ങനെ വെല്ലുവിളിക്ക് ചോദിച്ചു. അതെ, അതൊക്കെ അതെല്ലാം പോയി ഉറച്ച ഒരു തീരുമാനം CPM എടുത്തിരിക്കുകയാണ്. എന്താണ് പറയുന്നത്, സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഇത്രയും നാളുകൾക്ക് ശേഷം ഇങ്ങനെയൊരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള തീരുമാനം പൊളിറ്റിക്കലി അങ്ങനെ ഒരു കൃത്യമായ രാഷ്ട്രീയ മത്സരത്തിന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അൻവർ നിഷ്ക്രിയമായി. ഈ തെരഞ്ഞെടുപ്പ് കാരണമാക്കുകയും ഇത്രയേറെ ആരോപണങ്ങൾ ചെയ്ത അൻവർ നിഷ്ക്രിയനായിരിക്കുന്നു. അൻവർ ഇപ്പോൾ UDF-ലും ഇല്ല, മത്സരിക്കാനും ഇല്ലെന്നാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. നാളെ അദ്ദേഹം മാറാം. ചിലപ്പോൾ അദ്ദേഹം UDF-ന് വിതരണം പ്രഖ്യാപിച്ചേക്കാം. ഏതായാലും ഇനിയിപ്പം ഇടതുപക്ഷത്തോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് നമുക്ക് 100%. കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് കാരണമാക്കിയിട്ട് ഇത്രയേറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇനി പക്ഷേ എങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാർ വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്. ഇനി അൻവറെ പ്രകോപിപ്പിച്ച് അവർക്കെതിരായ ഒരു വാക്കും പറയാതിരിക്കാൻ
ഇനി പ്രകോപിപ്പിച്ച് അൻവറെ കൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ടൊന്നും പറയിക്കാതിരിക്കാനുള്ള കരുതൽ ഇടതുപക്ഷ നേതാക്കന്മാരുടെ സംസാരത്തിലുമുണ്ട്. അല്ല, ഞാൻ പറയുന്നത് UDF-ലേക്ക് പോകുന്നില്ല, LDF-ൽ അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. പിന്നെ സൈലന്റ് ആയി നിൽക്കുകയാണ്. പക്ഷേ ഇത്രയേറെ അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നലുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് മുഖത്ത് ചവിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ്രോഹിച്ചില്ല. അദ്ദേഹം തന്നെ പറയുന്നത് ഇത്രയേറെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. മുഖത്ത് ചവിട്ടി പുറത്താക്കി അദ്ദേഹത്തിന് ഇങ്ങനെ യാചിച്ചുകൊണ്ട് നടക്കേണ്ടി വരുന്നു. ഇത്രയും നാളുകൾ ഒരു മുന്നണിയുടെ ഭാഗമാകാൻ വേണ്ടി വളരെ കൃത്യമായ ഒരു അവിടെ കോൺഗ്രസ്സിന് ഇത്രയും നാൾ എന്താ പറയുന്നത്, ഇടതു മുന്നണി അടിക്കാൻ കിട്ടിയ ഒരു വടിയായി പോലും ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന അൻവറിനെ എടുക്കാതെ അതിന് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടായിരിക്കും. എന്നാലും ഫലത്തിൽ നമ്മൾ തെളിയുന്ന ചിത്രം ഇതാണ്. ഇവിടെ അങ്ങനെ ഒരു ഈസി വാക്ക് അവർ പ്രതീക്ഷിച്ച് മുമ്പിലേക്ക് ഇറങ്ങിയ കോൺഗ്രസിന് ഇനി അത് കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. 2 തെരഞ്ഞെടുപ്പുകളാണ് തൊട്ട് മുന്നിൽ നിൽക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ്. അത് മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന ഒരു പരാജയം പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സീറ്റായിരുന്നു. അത് അൻവറാണ് മത്സരിച്ചിരുന്നുള്ളൂ. പൊതു സ്വതന്ത്രനായിട്ടായിരുന്നെങ്കിൽ പോലും അത് ഇടതുപക്ഷത്തിൻ്റെ സീറ്റായിരുന്നു. അത് നഷ്ടപ്പെടുന്നതിലുണ്ടായ ഒരു ആഘാതത്തെപ്പറ്റി ഇടതുപക്ഷം തികച്ചും ബോധ്യമാണ്. അതുകൊണ്ട് പിന്നെ കൃത്യമായ അവരുടെ എല്ലാ ആയുധങ്ങളും അവനാഴിയിൽ നിന്ന് എടുത്ത് പ്രയോഗിച്ച് എന്തായുധങ്ങളും ഉപയോഗിച്ച് നേതാക്കന്മാരുടെ പടയെ രംഗത്തിറക്കി മന്ത്രിമാരടക്കമുള്ളവരെ, അതാണല്ലോ മുഖ്യമന്ത്രി നേരിട്ട് ഇതുപോലെ ഫലം തൃക്കക്കരയെ പോലാകുമോ എന്നാണോ ഉദ്ദേശിച്ചത് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ആർക്കാണ് പാളിയത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ അല്ല, അറിയാൻ നമുക്ക് വി ഡി സതീശനെ ഒരു നിലപാടെടുത്ത് UDF-ല് ഇപ്പം അവര് ഈ മുൻകാല നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. സാർ, അതിൽ എൻ്റെ ഒരു സംശയമാണ്. അതായത് ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒരു വോട്ടാണെങ്കിൽ പോലും ആ വോട്ട് പെട്ടി വീഴാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്? ശരിയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ അൻവർ ഒരു ബാധ്യതയായി തീരുവോ എന്ന വലിയ പിൻകാലത്തുള്ള കാര്യമാണ്. വോട്ട് വീണതിന് ശേഷം ഒരു വര വരച്ചിട്ട് അവിടെ നിൽക്ക് എന്ന് പറയുന്നതായിരുന്നില്ലേ നല്ലത്? അല്ല, അതായിരുന്നു ഏതായാലും ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ശക്തി മുഴുവൻ സമാഹരിച്ചെങ്കിൽ മാത്രമേ കോൺഗ്രസിന് ഒരു സാധ്യതയുള്ളൂ എന്ന് അവർക്ക് അറിയാം. അല്ല സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമായിരുന്നു. ആ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അൻവർ എന്ന് പറയുന്ന നേതാവിനെ കൂടെ കൂടെ നിർത്തിക്കൊണ്ട് അവർ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഫലത്തിൽ അവർക്ക് പ്രയോജനം ഉണ്ടായി. അല്ല, അൻവറെ അതേപോലെ വന്ന പോലെ കൂട്ടത്തിൽ നിർത്തി ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിരുദ്ധ വികാരം ഉണ്ടാക്കാമായിരുന്നു. ഏതായാലും അത് പരാജയപ്പെട്ടു പോയി. അത് കോൺഗ്രസിനുള്ള ഒരു പാളിച്ചയാണോ എന്ന് തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് നോക്കാം. പക്ഷേ ഒറ്റ നോട്ടത്തിൽ താങ്കൾ പറഞ്ഞ അഭിപ്രായം ശരിയാണ്. കാരണം ഇടതുപക്ഷ വിരുദ്ധമായ വോട്ടുകളെല്ലാം കൂടി ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. അതുകൊണ്ട് അത് അത്ര പെട്ടെന്ന് അദ്ദേഹം ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത്രയേറെ മുറിവേറ്റ ഒരാൾക്ക് അത്ര ഡെസ്പാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹം അത്രയേറെ ഇന്നത്തെ വാക്കുകൾ അത് പ്രതിഫലിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും തകർന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ അർത്ഥത്തിലും തകർന്ന് അദ്ദേഹത്തെ വട്ടപൂജ്യമാക്കിയെന്നാണ് പറഞ്ഞത്. ഇനി അദ്ദേഹം ആ ഒരു വികാരം, കുറച്ച് വോട്ടുകൾ അദ്ദേഹത്തിനുണ്ടല്ലോ എന്തായാലും. എങ്ങനെയായാലും അദ്ദേഹത്തിന്റെ 2 വർഷം 2 തവണ MLA ആയിരുന്ന ആളെന്ന നിലയിലും ഒരു സമുദായ എന്നുള്ള നിലയിലും ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലും അദ്ദേഹത്തിന് കുറച്ചൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയാതെ കോൺഗ്രസിന് വരുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം. അതൊരു ഒരു പുറകോട്ട് പോക്കണം. അതോടൊപ്പം ഉദ്ദേശിക്കാത്ത വിധത്തിൽ സ്വരാജിനെ പോലെ ഒരർത്ഥത്തിൽ കരുതനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം അവിടെ നിലമ്പൂർക്കാരനാണ്. അവിടുത്തെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളോട് വളർന്നു വന്ന ആളാണ്. പിന്നെ എങ്കിലും അദ്ദേഹം ഒരു സംഘാടകൻ എന്ന നിലയിൽ, വാഗ്മി എന്നുള്ള നിലയിൽ, എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള ആളാണ്. അതുകൊണ്ട് മത്സരം കടുക്കും എന്ന് മാത്രമേ നമുക്ക് ഇത്തവണ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും PV അൻവറിൻ്റെ ചിത്രമാണ് ഏറ്റവും ദയനീയമായി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ പരിപൂർണനായി അദ്ദേഹത്തെ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ മുറിവേറ്റ അൻവർ ഇനി എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാർക്കാണ് ഗുണകരമായി വരിക എന്ന് നമുക്ക് അല്പം കൂടെ കാത്തിരിക്കാം. എന്തായാലും സാറ് പറഞ്ഞ പോലെ അല്പം കൂടെ കാത്തിരിക്കാം. മുറിവേറ്റ അൻവർ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് വേണ്ടിയിരുന്ന കോൺഗ്രസ് കാണിച്ചത് മണ്ടത്തരമാണോ എന്നുള്ളത് 23-ാം തീയതി മറ്റോ ആണ്. 23-ന് 24-നാണ് റിസൾട്ട് വരുന്നത്. നമുക്ക് കാത്തിരിക്കാം.